ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച, സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ച, ആപ്പിൾ കണ്ടുപിടിച്ച, ടച്ച് സ്ക്രീൻ കണ്ടുപിടിച്ച, കളിപ്പാട്ടം കണ്ടുപിടിച്ച ആ ഒരു കോടീശ്വരനും തന്റെ മക്കൾക്ക് ഇതുവരെ ഒരു കളിപ്പാട്ടവും വാങ്ങി കൊടുത്തിട്ടില്ല ഇതുപോലത്തെ. അറിയങ്ങള് ആപ്പിളിന്റെ മേധാവി ബിൽഗേറ്റിന്റെ മക്കൾക്ക്, ആപ്പിളിന്റെ കോടീശ്വരന്, ഫേസ്ബുക്കിന്റെ ഓണർക്കും, ബില്യണറുടെ മക്കൾക്കൊന്നും ഇതുപോലത്തെ ഒരു കളിപ്പാട്ടം കൊടുത്തിട്ടില്ല. അവർക്ക് ബുദ്ധിയുണ്ട്. ഇതൊക്കെ ഉമ്മക്കുള്ളതാ. നമ്മളാണെങ്കിൽ ഇതങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം. എന്തെല്ലാം കളിപ്പാട്ടം വേറെ. ഇന്ന് ടാബുകളാണ്. നിങ്ങൾ മൊബൈൽ കൊടുക്കൂല അല്ലേ? ടാബാ, വൈഫൈ കണക്ടിവിറ്റി ഉള്ള ടാബുകളാ കുഞ്ഞു മക്കൾ ഇന്ന്. പാഠപുസ്തകം പോലെ ഒരു സ്ലേറ്റ് പോലെ അവർ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് നിർബന്ധമാകും. ആ സമയത്ത് അതിന് നിയന്ത്രണം കൊണ്ടുവരും. അതിലൂടെ എന്തവർ ചെയ്യണമെന്ന് ഉപ്പ ഫോണിൽ നിയന്ത്രിച്ചു വെക്കുക. ഇന്ന സംവിധാനമല്ല. ഇന്ന് കുട്ടികൾ ഇഷ്ടമുള്ളത് കാണാൻ അത് പറ്റില്ല. കുട്ടി കാണുന്നത് എന്ത് എന്ന് ഉപ്പാക്കും ഉമ്മാക്കും ഇവിടുന്ന് അലൗട്ട് ചെയ്യാം. ഓക്കെ, ഇത് നീ കാണും, ഇത് നീ കാണൂല. കൃത്യമായി പ്രോഗ്രാം ചെയ്യുന്ന സാങ്കേതിക വിദ്യ ഓരോ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ കളികള്, ഗെയിമുകള് ഇഷ്ടം പോലെ കുട്ടികൾ ഗെയിം കളിക്കുന്നില്ല. ഇപ്പൊ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഓർക്കണം, ഇതുപോലത്തെ ഗെയിമുകൾ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും? തോക്കുകളും കടാരകളും ഹൈ സ്പീഡ് കാറുകളും മോട്ടോർ സൈക്കിളും ഓടിച്ച് കളിക്കുന്ന കുട്ടികളിൽ ഇത് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ഏത് അവർ ഒത്തിരി പ്രായം ചെന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാം. തോക്കെടുത്ത് വെടിവെക്കുന്ന കുട്ടികൾക്ക് ഏത് കളിയിലിട്ടോ മൗസ് കൊണ്ടേ കമ്പ്യൂട്ടറിലെ വെടിവെച്ച് കളിക്കുക. കാർ അമിത വേഗതയിൽ പോവുക, ഇടിച്ചു തെറിപ്പിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികൾ കളിക്കുന്നത്? മോട്ടോർ സൈക്കിൾ അമിത വേഗതയിൽ പോവുക, പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിക്കുക. കാറിന്റെ ഉള്ളിൽ കയറി പോലീസുകാരന്റെ അരയിലെ തോക്കെടുക്കുക. ഗെയിമാണ് കേട്ടോ. എന്നിട്ട് അവരെ വെടിവെക്കുക. എന്നിട്ട് ഞാൻ 1ാം സ്ഥാനത്തെത്തി എന്ന് വിളിച്ചു പറയാ. ഒരു ദിവസം എന്റെ പെങ്ങളെ വീട്ടിൽ ചെന്നപ്പോണ്ട് 3-4 കുട്ടികൾ ആർത്തരമ്പി കളിക്കുന്നു. എന്നിട്ട് ഒരുത്തൻ കൈയ്യുണ്ട് പൊന്തിച്ചു, ഞാൻ ജയിച്ചേ. എങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ 348 ആളെ കൊന്നു, ഇവൻ 100 കഴിഞ്ഞിട്ടില്ല. ഇത്രയും പേരെ വെടിവെച്ച് കൊന്നിട്ട് ജയിക്കുക. ഒരിക്കലും ആ വീട്ടുകാർ ഓർക്കുന്നില്ലല്ലോ. ഇങ്ങനെ ചെയ്താൽ ഈ കുട്ടി എവിടെ എത്തുന്നു പറയാ. എവിടെ എത്ത നോക്കിക്കൊള്ളികള്. വീഡിയോ ഗെയിം വാങ്ങിക്കൊടുത്തില്ല. 4 വയസ്സുകാരൻ പ്രിയപ്പെട്ട പിതാവിനെ കൊന്നു. സൗദി അറേബ്യയിലെ അറബ് ന്യൂസ്, മലയാളം അറബ് ന്യൂസിലെ ജിദ്ദയിലെ റിപ്പോർട്ടാണത്. 4 വയസ്സുകാരൻ, പിതാവ് പോലീസാണ്. ഉപ്പാനോട് ചോദിച്ച, ഉപ്പ ഒരു ഗെയിം സ്റ്റേഷൻ 2000 റിയാലാണ് അതിന്റെ വില. 10,40,000 35,000 രൂപ വിലയുള്ള ഗെയിം സ്റ്റേഷൻ വാങ്ങിത്തരുമെന്ന്. ഉപ്പ പറഞ്ഞു മൊബൈലിൽ കളിച്ചില്ലേ അത് മതി. പോരാ പറഞ്ഞു. തരില്ലേന്ന് ചോദിച്ചു. തരില്ല പറഞ്ഞു. വിടമാട്ടേ എന്ന് പറഞ്ഞു ഭ്രാന്ത് പിടിച്ച കുട്ടി. ഉപ്പ കിടന്നുറങ്ങുമ്പോ അലമാറയിൽ നിറച്ചു വെച്ച തോക്കെടുത്തുകൊണ്ട് ഉപ്പന്റെ തലക്ക് വെടിവെച്ച് അട്ടഹസിച്ചപ്പോ ഉമ്മ ഓടി വന്നു. എന്താണിതെന്ന് ചോദിച്ചപ്പോ പറയാ, ഗെയിം സ്റ്റേഷൻ വാങ്ങിത്തരാത്ത ഉപ്പയെ ഞാൻ കൊന്നുമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഓടിയ കുട്ടികളെ പറ്റി കേട്ടിട്ടുണ്ടോ? വന്ന കഥയാണ്, വെറുതെ പറയല്ലത്. ലഹരി, ഇതിന്റെ പേരാണ് അഡിക്ഷൻ. ഗെയിമിലൂടെ അഡിക്ഷൻ. കുട്ടികൾക്ക് അത്തരം ഗെയിമുകൾ കളിക്കാൻ അനുവദിക്കരുത്. എല്ലാം നിയന്ത്രിക്കണം. അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും കളിയാണെങ്കിലും പാട്ടാണെങ്കിലും ഉറക്കമാണെങ്കിലും ഏത് കാര്യത്തിനും ഒരു മിതത്വം പാലിക്കുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ, എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൽ മിതത്വം പാലിക്കണം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പൊരുളതല്ലേ. ഇതാ മറ്റൊന്ന്, ഞാൻ വലിയവർക്ക് ഗെയിമില് തന്തങ്ങനെ വാശി ഗെയിം കളിക്കുക. അമേരിക്കയിലെ സായിപ്പേ അല്ല ഇംഗ്ലീഷുകാരൻ, അവനിങ്ങനെ ഗെയിം കളിക്കുക. വലിയവർക്കുണ്ട് ഗെയിമിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാ 2 വയസ്സുകാരിയായ പ്രിയപ്പെട്ട മകള് വന്നുകൊണ്ട് അച്ഛാ എന്ന് വിളിച്ച് കയ്യിങ് തട്ടിയപ്പോ ഓടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വേളക്കുറ്റി ചങ്കുണ്ട് പിടിച്ചവിടെ നിർത്തി. ഇടത് കൈ കൊണ്ട് ചങ്ക് പിടിച്ചു നിർത്തി. 1 മണിക്കൂറോളം അദ്ദേഹം അവിടെ ഗെയിം കളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്നും പിടഞ്ഞ ശ്വാസം മുട്ടി മരിച്ചു. പോലീസ് അറിഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു. സ്വന്തം മക്കളെ കൊന്ന തന്ത, സ്വന്തം തന്തയെ കൊന്ന മക്കള്. ഇത് രണ്ടും നിങ്ങൾക്കൊന്ന് കൂട്ടിയും തിരിച്ചും മറിച്ചും വായിച്ചാൽ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അഡിക്ഷൻ, ലഹരി, അത് മനസ്സിലാക്കാൻ തന്നെയാണ് ഇത് പറയുന്നത്. ഇത് വേറൊരു അഡിക്ഷൻ. ചെവിക്കകത്തങ്ങ് തിരികെ വെച്ചുകൊണ്ട് 24 മണിക്കൂറും മ്യൂസിക് കേട്ട് ഉറങ്ങുന്ന മക്കൾക്ക് ചെവി പൊട്ടന്മാരാകുന്നു. ലിസണിങ് കപ്പാസിറ്റി ഇല്ലാതാകുന്നു. അവർക്ക് കേൾവി ശക്തി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കേൾക്കാതെ പറയാൻ പറ്റില്ലല്ലോ. നേരം പുലരുവോളം കുഞ്ഞു മക്കൾക്ക് MP3 പാട്ട് വെച്ച് ഉറക്കുന്ന ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. അരുത്, അവര് പൊട്ടനാക്കരുത്. ഒരു പറ്റം ഡോക്ടർമാർ അതിനെക്കുറിച്ച് പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടെത്തി. ഏത് സമയത്തും ഇതാ. അതുപോലെ ചെറുപ്പക്കാരെന്ന് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോ ഹെൽമെറ്റിന്റെ ഉള്ളിൽ
ഈ ഇയർഫോൺ അങ്ങ് തിരികെ വെച്ച് പോക്കറ്റിൽ ഒരു പാട്ടുമിട്ടുകൊണ്ട് നടു റോട്ടിലൂടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓടിക്കൊണ്ടിരിക്കുമ്പോ സെന്ററിലൂടെ വളഞ്ഞും പുകഞ്ഞും ഡാൻസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനൊക്കെ വിചാരിച്ച ആദ്യം മദ്യപിച്ചു പോവാ, അല്ല പാട്ടിനനുസരിച്ച് മോട്ടോർ സൈക്കിളിൽ ഇരുന്ന് ഡാൻസ് ചെയ്യാം. എങ്ങനെയുണ്ട്? തിരിച്ചു വരൂ? അറിയോ നിങ്ങൾക്ക്, ഈ കഴിഞ്ഞ വെക്കേഷനില് 2.5 മാസത്തെ 10ാം ക്ലാസിന്റെയും +2വിന്റെയും വെക്കേഷനില് കേരളത്തില് ഒരു ദിവസം 8 മരണം സംഭവിച്ചു. 12ന്റെയും 17ന്റെയും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ തലച്ചോറ് പൊട്ടിത്തെറിച്ച് കാക്കകൾ കൊത്തി തിന്നു അത്രേ. കാക്കകൾ കൊത്തിപ്പറിച്ചു അത്രേ തലച്ചോറെ. റോട്ടിൽ കടന്ന് പടയാ. ആംബുലൻസ് പോയി വന്നില്ല. ചീറിപ്പാഞ്ഞ് നിലവിളിച്ച ആംബുലൻസ് വന്നില്ല. കാരണം വരൂല. തല ഉടലും വേറിട്ട് കിടക്കുന്ന തലച്ചോറ് കാക്കകൾ തിന്നുന്ന ഒരു കുഞ്ഞിനെയും ആംബുലൻസിൽ ചീറിപ്പാഞ്ഞ് വരുന്നു കൊണ്ടുപോകില്ല. വല്ല ചാക്കിൽ കെട്ടി കൊട്ടവണ്ടിയിലിട്ടേ കൊണ്ടുപോകാറുള്ളൂ. ഇനി ആംബുലൻസ് വന്നാൽ തന്നെ അതിന് നിലവിളി സൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. വേണോ? എന്താ ഇങ്ങനെ സംഭവിച്ചത്? അഡിക്ഷൻ, ലഹരി. നിങ്ങൾ വാങ്ങിക്കൊടുത്ത, പ്രായപൂർത്തിയെത്താത്ത സമയത്ത് വാങ്ങിച്ചു കൊടുത്ത മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് അമിത ലഹരിയിൽ പോയ മക്കൾ. എന്തൊരു ക്രൂരതയാണ് നമ്മൾ ഈ കാട്ടുന്നത്. ഇത് ഏത് പള്ളിയിലാണ് ഇതൊക്കെ പ്രഭാഷണം ഉണ്ടാവുക? എവിടുന്നാണ് ഇതൊക്കെ? ആരെങ്കിലും ഉസ്താദുമാർ പറഞ്ഞു തരും? ഇത് നിയമത്തിന് പോലീസ് പറയുമ്പോ പറയാ, പോലീസിന്റെ നിയമ, എന്റെ മക്കൾ ഒരു സംഭവം, അവർക്ക് ഭയങ്കര ബുദ്ധിയാ, അരുത് ഉമ്മമാർ, അരുതുപ്പമാരെ എന്ന് പറയണ്ടേ, നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇവക്കുള്ള പരിഹാരം 3 സെഷനാണിത്. 1, എന്താ ഇന്നത്തെ പ്രശ്നം ഇല്ലേ? എന്തുകൊണ്ടാണ് ഇന്നത്തെ പ്രശ്നം? 2ഉം കഴിഞ്ഞല്ലോ. 3, എന്താ ഇവയ്ക്കുള്ള പരിഹാരം? ഇൻഷാ അല്ലാഹ് പരിഹാരത്തെ പറ്റിയാണ് നമുക്കിനി പറയാനുള്ളത്. പരിഹാരം ഏറ്റവും നന്നായി അറിവുള്ളവരാണ് ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾ. എൻ്റെ ഉപ്പയുടെ പ്രായമുള്ള, എൻ്റെ ഏട്ടന്മാരെ പ്രായമുള്ള, എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള, പെങ്ങന്മാരെ പ്രായമുള്ള കഴിവുറ്റവരാണ് ഇരിക്കുന്നത്. ഇത്രയൊന്നും എക്സ്പീരിയൻസ് എനിക്കില്ല. എനിക്ക് 3 മക്കളേ ഉള്ളൂ. ഞാൻ കുടുംബത്തിനോടാണ് ഇനി സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ എൻ്റെ ഉമ്മയും വാപ്പയും എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെന്നോട് കാണിച്ചതാ ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോണത്. ഇത് നിങ്ങൾ പഠിച്ചതാ, നിങ്ങൾക്ക് അറിവുള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് കേട്ടാൽ ഇനിയെങ്കിലും ഒരിത്തിരി മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലോ. അതുകൊണ്ട് ഇനി വരും തലമുറയെ രക്ഷപ്പെടുത്താൻ, ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടവനെ മോചിപ്പിക്കാൻ ഇത്തരം ക്ലാസ് കൊണ്ട് ഒരു പക്ഷേ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഇനി വരും തലമുറയെ, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ, അവർ സന്തോഷത്തോടെ ജീവിച്ചു കാണാൻ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് ഇനി ഞാൻ പറയാൻ പോണത്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ഫലം ചെയ്യുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഇത് പ്രാക്ടിക്കലാണ്. പഠിച്ചത് നമുക്ക് ഓർമ്മയില്ല. എൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടെ നിന്ന് കാണിച്ചു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മദ്രസയിൽ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ല. ബൈബിൾ പ്രഭാഷണത്തിൽ കേട്ടത് എനിക്ക് ഓർമ്മയില്ല. കാരണം കേട്ടതിൽ 10ൽ 8ഉം മറക്കും, കണ്ടതിൽ 10ൽ 2 മറക്കൂ, 8 ഓർക്കും, 100ൽ 80 മറക്കും കേട്ടാൽ. പക്ഷേ ഒരു ജീവിതം റോൾ മോഡൽ കണ്ടാൽ, ഒരു പ്രത്യേക വിഷ്വൽ കണ്ട, അത് പ്രാക്ടിക്കലായി കണ്ട, കണ്ണുകൊണ്ട് കണ്ടത് മറക്കാൻ കഴിയില്ല. ചെവി കൊണ്ട് കേട്ടത് 80ഉം മറക്കും. മറ്റത് നേരെ മറിച്ച 20 മറക്കൂ, 80 ഓർക്കും. അതുകൊണ്ടാ ഒരു റോൾ മോഡൽ കാണിച്ചു കൊടുക്കണം രക്ഷിതാക്കൾ, പറയലല്ല എന്ന് പറയുന്നത്. എൻ്റെ ഉമ്മയും വാപ്പയും എനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അവിടെ നിന്ന് കാണിച്ചു തന്നത് ഒരുപാട് ഞാൻ മറന്നിട്ടില്ല. പരമാവധി എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. 2-3 ടിപ്സ് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ മാർഗത്തിലേക്ക് പോവാം. വൈകുന്നേരം ഇതിപ്പോ ഞാൻ ഇന്നുപോലും യുവാക്കൾക്ക് കൊടുത്തൊരു മെസ്സേജാണ്. ഇവിടെ യുവാക്കളില്ല, ഒക്കെ രക്ഷിതാക്കൾ തന്നെ, കുട്ടികൾ കുറവാണ്. വൈകുന്നേരം ആയാൽ വീട്ടിൽ തിരിച്ചെത്തിയാൽ ആ ഉമ്മക്കും ഉപ്പാക്കും വലിയ സന്തോഷമായിരിക്കുന്നു. ഓരോ കോളേജിലും വലിയ ആളുകളോട് വരെ പറയും, മക്കളെ ഇന്ന് നിങ്ങൾക്കതറിയില്ല, നാളെ നിങ്ങളൊരു ഉമ്മയാകുമ്പോഴേ നിങ്ങൾക്കത് തിരിച്ചറിയൂ എന്ന് ഇന്നത്തെ മക്കളോട് പറഞ്ഞു കൊടുക്കും. നല്ല കൂട്ടുകാരെങ്കിൽ മാത്രം ബന്ധം തുടരുക. നല്ല കൂട്ടുകാരാരാന്നറിയാൻ ഈ സ്കൂൾ UP തോന്നുന്നുണ്ട്. ഈ UP സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും പരമാവധി 5 സുഹൃത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ് 5 ഉണ്ടാവും. ഈ കുട്ടികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഇവിടെ ചെറിയ കുട്ടികളുണ്ടല്ലോ, എത്ര മക്കളെ നിങ്ങൾക്കൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ്? ആദ്യം 1 പറയും, ഇനിയും ചോദിച്ചാൽ 1. അങ്ങനെ ഒരു പരമാവധി 5, 4, 5 അതിലപ്പുറമില്ല. ആ 5 മക്കളെ വീട്ടിലേക്ക് രക്ഷിതാക്കൾ പോകണം, വിരുന്ന് പോകണം, അവരെ വീട്ടിലേക്ക് ക്ഷണിക്കണം. ഇതൊക്കെ എങ്ങനെ നടക്കാല്ലേ? പടച്ച റബ്ബ സത്യം, ഞാൻ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടികളുടെ ഓരോ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിനും വിരുന്നിനും സൽക്കാരത്തിനും ഇങ്ങോട്ട് ക്ഷണിക്കാറുമുണ്ട്. എന്തൊരു പ്രോഗ്രാം വീട്ടിലുണ്ടെങ്കിലും ആദ്യം വിളിക്കത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെയാ. എന്നിട്ട് പറയും, ആരൊക്കെയാണ് നമുക്ക് വിളിക്കേണ്ടത്? എൻ്റെ സ്കൂളിലെ കുട്ടികൾ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് കൊണ്ടാ, അഡ്രസ് കൊണ്ടാ, നമ്പർ കൊണ്ടാ ഞാൻ വിളിക്കട്ടെ? നിനക്ക് വിളിക്കണോ? നീ വിളിക്കോ?
ഞാനും വിളിക്കാം എന്ന് പറഞ്ഞ് നമ്പർ എടുത്ത് സ്കൂളിൽ നിന്നും നമ്പർ എടുത്തുകൊണ്ട് അവരുടെ ഓരോ വീട്ടിലേക്കും വിളിച്ചു പറയും, നിങ്ങൾ വരണട്ടോ. എന്ത് സന്തോഷമായിരിക്കും മക്കൾക്ക് എന്നറിയോ. ആരാ ഇപ്പൊ ഇതൊക്കെ ചെയ്യണല്ലേ? ഞാൻ ചെയ്യാറുണ്ട്. പറ്റുമെങ്കിൽ ചെയ്തോ. മക്കളൊക്കെ എവിടേക്കാ പോകുന്നത്? കൂട്ടുകെട്ട് എങ്ങനെയൊക്കെയാണ് എൻ്റെ മക്കളുടെ സ്വഭാവം, അവരെവിടേക്കാ പോണത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മറ്റു മാർഗം ഇല്ല. ഇത്തിരി പണിയാണ്. പരിചയമില്ലാത്തവരുടെ സമ്മാനങ്ങൾ സ്വീകരിക്കരുത്. ഒന്ന് പറഞ്ഞു കൊടുക്കി. ഓരോ ദിവസവും ഞാൻ ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല, കാര്യങ്ങൾക്കൊക്കെ പരിചയമുള്ള സ്ഥലമായതുകൊണ്ടാണ്. ഒരു ഹോട്ടലുണ്ട്, ഒരു ഹൈവേന്റെ അടുത്താന്ന് കൂട്ടിക്കോ. ഹൈവേന്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. +2 കഴിഞ്ഞ +1 കഴിഞ്ഞ കുട്ടികൾ വൈകുന്നേരം ഒരു 4-4:30 അവിടെ തടിച്ചുകൂടും ആ ഹോട്ടലിൽ. ആ യൂണിഫോം കണ്ടാൽ അറിയാം +1 +2 ആണ്. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും. ഓരോരോ കോഴി, 2 കോഴിയൊക്കെ ഓർഡർ പറയും. തവാഫ് കോഴി, ഷവായ, ചുട്ടത്, അൽഫാം, ഇതൊക്കെ അങ്ങ് ഓർഡർ പറയും. ഇട്ട് തടിച്ച് കൊഴുത്ത ഉണ്ട കണ്ണായിട്ടാണ് ഈ ആണും പെണ്ണും ഇങ്ങനെ വന്നിരിക്കുക. അവരിങ്ങനെ കടിച്ച് വലിച്ച് ഇങ്ങനെ തിന്നുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും, പടച്ചോനെ 500-1000 ഉറുപ്പ്യ ആയിരിക്കുമല്ല ബില്ല്. ഇത്ര ദിവസം ഇങ്ങനെയൊക്കെ ബില്ലടക്കാൻ എവിടുന്നാണ് ഇവർക്ക് കാശ്? തന്തയും തള്ളിയും കൊടുക്കാതെ എങ്ങനെ കിട്ടും? ഇല്ലെങ്കിൽ അവർ അനധികൃതമായി ഉണ്ടാക്കുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ, എന്താ മോനെ നീ ഭക്ഷണം കഴിക്കാത്തത്, എവിടുന്നാണ് നീ കഴിച്ചത്? അപ്പൊ പറയും, എന്റെ കൃഷ്ണന്റെ, എന്റെ ഫാത്തിമന്റെ, എന്റെ അരവിന്ദന്റെ, എന്റെ മൂസന്റെ ബർത്ത്ഡേ ആണെന്ന് പറയും. ദിവസം ബർത്ത്ഡേ എന്ന പേരിൽ ഓരോ ആളുകളും കുട്ടികൾക്ക് പാർട്ടി നടത്തുക. ഒളിഞ്ഞിരുന്ന് ഞങ്ങൾ ചിത്രം വരെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാ അറിയോ? നേരെ എക്സൈസ് വകുപ്പിലേക്ക് കൊടുക്കാൻ. ഞാൻ എക്സൈസ് വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സഹായിക്കുന്ന ഒരാളാണ്. ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി സഹകരിക്കുന്ന, സൈബർ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ ഡാറ്റയും ഞാൻ അയക്കും. എൻ്റെ വണ്ടി എവിടെ പോവുകയാണെങ്കിലും എൻ്റെ വണ്ടിയുടെ ചുറ്റും ക്യാമറയുണ്ട്. ചുറ്റുഭാഗത്തുള്ള മുഴുവനും റെക്കോർഡ് ചെയ്തിട്ടാണ് എൻ്റെ വണ്ടി സഞ്ചരിക്കാറ്. ആ റേഡിയോ റെക്കോർഡർ ഉപയോഗിച്ച മലപ്പുറത്തെ RT ഓഫീസിൽ റോഡ് ആൻഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഈ എളിയവനെടുക്കൽ, അങ്ങനത്തെ ക്ലാസ്സിലെ ടിപ്സ് വെച്ച, എൻ്റെ ക്യാമറ പകർത്തുന്ന ചിത്രം വെച്ച ഞാൻ ഇതൊക്കെ ക്ലാസ് എടുക്കാറ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. കേൾക്കണങ്ങള്. എന്നിട്ട് മുന്നിലുണ്ടാകും ഒരാള്, +1 +2 യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു കടിച്ചിങ്ങനെ വലിച്ചു തിന്ന മുന്നിലുണ്ടാവും. ആ ചെക്കൻ ഇടക്കിടക്ക് അയാൾ തന്നെയാണ് ഉറപ്പാ. ഇവരിങ്ങനെ മാറാറുണ്ട്, യൂണിഫോം കൊണ്ട് അറിയില്ല. അങ്ങനെ വാച്ച് ചെയ്തപ്പോ ഈ ചിക്കന്റെ കൂടെ കുറച്ച് ചട്ടിനിയൊക്കെ കിട്ടില്ലേ, ഇവൻ ഒരു പൊതി കെട്ടയച്ചിട്ട് അതിലിടുന്നത് ഇവർക്ക് കണ്ടു. കലക്കി അങ്ങ് കൊടുത്തു. എന്നിട്ട് വെറുതെ അവന്റെ വലത്തെ വിരലിൽ തോണ്ടി ഇടത്തെ വിരലോ ഒറ്റ ഈമ്പല്. കാരണം അവിടെ ക്യാമറ വെച്ചൊക്കെ കിട്ടുവേ. അപ്പൊ ഇവൻ തിന്നു മനസ്സിലായി. അപ്പൊ ഈ ചെക്കന്മാർ ഇത് നക്കുക, അങ്ങനെ അഡിക്ഷൻ ആക്കുക, ഈ കുഞ്ഞിനെ ഇതിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് പറയാ, അതിലൊരു സാധനം ഞാൻ ഇട്ടിരുന്നു, എങ്ങനെയുണ്ട് ടേസ്റ്റ്, എന്നാ പിടിച്ചോ. പൊതി കച്ചവടം ചെയ്യുക, ലഹരി മരുന്ന് വിൽപ്പന നടത്തുക, പൈസ ഉണ്ടാക്കുക, എന്നിട്ട് കോഴി തിന്നുക. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആൺകുട്ടികൾ എങ്ങനെ പണം ഉണ്ടാക്കുന്നതെന്ന്? ഒരു രസം കൂടി പറഞ്ഞുതരാം. ഇത് കുടുംബ സദസ്സായതുകൊണ്ടാണ്. ഇന്ന് മിക്ക ആൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് ഒരു പറ്റം മറ്റു സെക്സ് ആൾക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. രാവിലെ കൊണ്ടുവരും, വൈകുന്നേരം കിട്ടനെ കൊണ്ടുവരും. 5000-10000 കുട്ടികളുടെ കയ്യിൽ വെച്ചു കൊടുക്കും. ആ ആൺകുട്ടി അഡിക്റ്റഡ് ആവും. ആ കുട്ടിക്ക് ഇനി ഒരു വിവാഹം നിങ്ങൾക്ക് പ്രതീക്ഷിക്കണ്ട. ആ കുട്ടി ഒരു പെണ്ണിന്റെ കൂടെ ഇനി ജീവിക്കൂല. ആ പെണ്ണിന് ഒരു കുട്ടി, ആ ആൺകുട്ടിക്ക് ഒരു കുടുംബ ജീവിതം സ്വപ്നം കാണണ്ട. ഞാൻ പച്ചക്ക് പറയാ, കുടുംബ സദസ്സാണിത്. വളരെ 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 ഡേഞ്ചറാ. ഒരു പത്രത്തിലും വരൂല. നേരെ ചൈൽഡ് ലൈൻ ഓഫീസർമാരും ഞങ്ങളും ഒരുമിച്ച് പോയി റെയ്ഡ് നടത്തിയിട്ട് കിട്ടിയ ടിപ്സാണ് പൊന്നര ഉപ്പമാരെ പറയുന്നത്. ആൺകുട്ടികളുടെ കയ്യിൽ അനധികൃതമായി പണം വരുന്നുണ്ട്. ആൺകുട്ടികളുടെ കയ്യിൽ ഒരുപാട് സംഗതി, പൗഡറും മരുന്നുമുണ്ട്. അവരുടെ ബാഗ് നിങ്ങൾ പരിശോധിക്കണം, അവരുടെ മൊബൈൽ നിങ്ങൾ പരിശോധിക്കണം. എന്തായാലും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തല്ലോ, പരിശോധിക്കണം. അവർ വലിയ ലഹരിയിൽ അടിമപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇതൊന്നും പത്രത്തിൽ വരില്ല, കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല. മകളെ തട്ടിക്കൊണ്ട് പോയതും നിങ്ങൾ കൊടുക്കൂല. എന്ത് പറയും? നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി, മകൾ ഒളിച്ചോടി, നിങ്ങൾ മിണ്ടില്ല. പകരം നിങ്ങൾ പറയും തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിചയമില്ലാത്തവരുടെ സമ്മാനങ്ങൾ സ്വീകരിക്കരുതേ എന്ന് വ്യക്തമായി കുഞ്ഞു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കി. എത്ര പറഞ്ഞിട്ടെന്തല്ലേ, പുറത്തേക്കാണ്ട് പോയ കുട്ടികൾ ഇത് ചെയ്യൂലേ? ആരാ അതിന്റെ കുറ്റക്കാര്? ഉമ്മയും ബാപ്പയും അതിന്റെ കുറ്റക്കാര്. 15-16 വയസ്സായ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഒരു തന്ത പറഞ്ഞതാ, എന്താ ചെയ്യാ, 10 മക്കളായില്ലേ? ഒരു നിമിഷം ഞാനൊന്ന് പറയട്ടെ, ഒരിക്കലും അർഹതല്ല ഞങ്ങൾക്കത് പറയാൻ. ഒരു തന്തയും ഇനി ഈ ക്ലാസ് ഇറങ്ങി പുറത്ത് പോയി പറയരുതോ, ഇപ്പത്തെ മക്കളായില്ലേ, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന. നിങ്ങൾക്ക് പറ്റിലുകൾ തൂങ്ങി മരിച്ച ആത്മഹത്യ ചെയ്തോളെ, മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തൊരു മണ്ടത്തര ഈ പറയുന്നത്. ഇന്നത്തെ മക്കളല്ലേ, ഇങ്ങളാ മക്കളെ അങ്ങനെ ആക്കി. അത് കുട്ടികളുടെ കുറ്റല്ല. ബിലീമേ, ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ഇങ്ങനെ പറയാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറഞ്ഞുതരാം. നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും. ഇനി ഉമ്മമാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം.
പ്രിയപ്പെട്ട ഉമ്മന് അത്ര സ്നേഹമുള്ള ഒരു ജന്തു ഭൂമിയിലില്ല. കുഞ്ഞു മക്കളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഉമ്മ ഈ ലോകത്ത് വേറെ ഒരു ജീവിക്കും സാധിക്കില്ല. ഉപ്പാക്ക് ഇത്രയധികം സ്നേഹിക്കാൻ കഴിയില്ല. ഇന്ന് ഉമ്മക്ക് മാത്രം കഴിയുന്ന ഒന്ന കുഞ്ഞു മക്കളെ മാറോട് ചേർത്ത് പിടിച്ച്. കാരണം അവരെ മഹത്വം പറഞ്ഞില്ല, അങ്ങനെയാണ് അവരൊക്കെ വളർത്തി വലുതാക്കിയത്. അതാണ് അത് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരണം. പൊന്നു മോനെ, തങ്ക കുടമേ, എൻ്റെ സത്തേ, എൻ്റെ മുത്തി, എൻ്റെ തേനേൻ്റെ കരളേൻ്റെ കരളിൻ്റെ കഷ്ണമേ എന്ന് പറഞ്ഞ് മാറോട് ചേർത്ത് പിടിച്ച് ഓരോ ഉമ്മമാരും കുഞ്ഞു മക്കൾക്ക് കൊടുത്ത ആലിംഗനത്തിന്റെ കണക്കുണ്ടല്ലോ, അത് വർണ്ണിക്കാൻ കഴിയില്ല. അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് ഉമ്മമാര് ഈ പൊന്നുമക്കളെ. ഒന്നും കൂടി അങ്ങ് പറഞ്ഞോട്ടെ. ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്കൊരു കുഞ്ഞു പറന്ന്, എനിക്ക് 13 വയസ്സാ. ചോർന്നൊലിക്കുന്ന ഓലപ്പുരയാ എൻ്റെ വീട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ കരയുന്ന സമയ എൻ്റെ ഉമ്മ കിടപ്പിലാണ്, അസുഖമായി കിടക്കുക. ഇടക്കിടയ്ക്ക് അടുക്കളയിൽ വരാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഉമ്മ അടുക്കളയിൽ പോയി. ആ സമയത്ത് എൻ്റെ പെങ്ങൾക്ക് പറഞ്ഞ 6 മാസം പോലും തികയാത്തൊരു കുട്ടിയെ നന്നായി കുളിപ്പിച്ച് അതിനെ ഡ്രസ്സിട്ട് പൗഡർ ഇട്ട് എല്ലാം ഒരുക്കി അതിനെ ഒരു തുണി തുട്ടിയിൽ കെട്ടി താരാട്ട് പാട്ടിങ്ങനെ പാടി ഉറക്കുക. ഞാൻ അങ്ങനെ ഒളിഞ്ഞിരുന്ന് കാണും ഈ രംഗം. എന്തൊരു ദിക്റാണ്, എന്തൊരു സ്വലാത്താണത്. ഇന്ന് വാട്സപ്പും സീരിയലിലാണ് അതൊക്കെ കേൾക്കുന്നത്, വീട്ടിൽ നിന്ന് കേൾക്കുന്നില്ല. എൻ്റെ ഉമ്മ പഠിപ്പിച്ച പാട്ട്, എൻ്റെ പെങ്ങളിലൂടെ ഞാൻ കേട്ട പാട്ട്, സുബ്ഹാനല്ലാഹ്, ഇന്നും അത് ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. എൻ്റെ പെങ്ങളാ കുഞ്ഞു മോനെ താരാട്ട് പാട്ടുപാടി ഉറക്കി. അങ്ങനെ ആട്ടി 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 എൻ്റെ പെങ്ങളും അങ്ങ് ഉറങ്ങിപ്പോയ കഥ എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. പക്ഷേ എൻ്റെ പെങ്ങൾ ആട്ടം നിർത്തുന്നില്ല, ആടിക്കൊണ്ടിരിക്കുന്നു. വായിൽ നിന്നും ദിക്റും സലാത്തും പുറത്തേക്ക് വരുന്നു, കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുന്നു. കുഞ്ഞുറങ്ങിയിട്ടുണ്ട്, എൻ്റെ പെങ്ങളും ഉറങ്ങിയിട്ടുണ്ട്. ഒളിഞ്ഞിരുന്ന് ഞാൻ കാണാ. ആ സമയത്ത് എൻ്റെ ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിക്കുക, എടി വാ, എനിക്ക് പാത്രം എടുത്തു വെക്കണം, ഭക്ഷണം കഴിക്കാൻ വാ. പെട്ടെന്ന് എൻ്റെ പെങ്ങൾ പിടിവിട്ടു, പക്ഷേ വിട്ടിയില്ല, മെല്ലെ ആട്ടം നിർത്തി. എന്താണ് പിടിവിടാത്തത്? കുട്ടി ഉണരുമെന്നോർത്ത്. ഉറക്കത്തിൽ പോലും കുഞ്ഞു മക്കളെ കുറിച്ച് ഓർക്കുന്ന ഉമ്മയുടെ മഹത്വം. ആ ഉമ്മ, എൻ്റെ പെങ്ങൾ മെല്ലെ അങ്ങ് പിടിവിട്ടു. കാരണം തൊട്ടില 2 കയറും അങ്ങ് അറ്റത്താ, വിട്ട് കഴിഞ്ഞാൽ അകന്നു പോവും, കുട്ടി ഉണരാൻ സാധ്യതയുണ്ടെന്ന് ഓർത്ത മെല്ലെ അങ്ങ് വിട്ടു ആ പിടി. എന്നിട്ട് ചുറ്റുഭാഗം ഒന്ന് നോക്കി, ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി ഞാൻ മറഞ്ഞു നിന്നു. ആ സമയത്ത് അതെന്റെ പെങ്ങൾ തൊട്ടിക്കകത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി, കുട്ടി ഉറങ്ങിയോ എന്ന് ഉറപ്പുവരുത്തി. കുട്ടി ഉറങ്ങിയിരിക്കുന്നു. വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും എന്റെ പെങ്ങൾ നോക്കി, ഇനി മറ്റാരും കാണില്ലെന്ന് ഉറപ്പായപ്പോ എൻ്റെ പെങ്ങളതാ ആ കുഞ്ഞുമോന്റെ തൊട്ടിക്കകത്തേക്ക് എൻ്റെ പെങ്ങളുടെ തലയതാ പോകുന്നു. ഉറങ്ങിക്കെടുക്കുന്ന കുട്ടിയുടെ കവിളിൽ മുത്തം കൊടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ തല ഉയർത്തിയപ്പോ എൻ്റെ പെങ്ങൾ കരയുകയാ. അവളുടെ കണ്ണുനീര് ഒപ്പിക്കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയത്. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, എൻ്റെ പെങ്ങൾ എന്തിനാണ് ഇപ്പൊ കരഞ്ഞത്? പാതിര നേരത്തെ എന്തിനാണ് ആ കുഞ്ഞിന് മുത്തം കൊടുത്തത്? കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തിനാണ് മുത്തം എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തിനായിരിക്കും ആ മുത്തം? നാളെ പടച്ച റബ്ബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടാനോ? അല്ല. കുഞ്ഞിന് ഒരു മുത്തം കൊടുത്താൽ പ്രായപൂർത്തി എത്തുമ്പോൾ അതിന് പകരം മോനെ എനിക്ക് തരണം എന്ന ഡിമാൻഡ് വെച്ചിട്ടാണോ? അല്ല. ഇതിന്റെ പേരാണ് സ്നേഹം. ഇതിന്റെ പേരാണ് സ്നേഹം. ഒരു ഉമ്മ വേണ്ടുവോളം കുഞ്ഞു മക്കൾക്ക് കൊടുത്തത്. 1 വയസ്സ് കൊടുത്തു, 2 വയസ്സ് കൊടുത്തു, 4 കൊടുത്തു, 5 ഇല്ല, കുറച്ചു. 1-ാം ക്ലാസ്സിലെത്തി, വീണ്ടും കുറച്ചു, 2 3 ആ മുത്തമില്ല, കത്തില്ല, സത്തില്ല, കരളില്ല, കരളിന്റെ കഷ്ണമില്ല, ഒരു ഹാൻഡ് ഷേക്ക് ഇല്ല. തോളിൽ പിടിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുമോനെ നീ നന്നായി വരുമെന്ന പ്രാർത്ഥനയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ഇല്ല, എൻ്റെ കുഞ്ഞിനെ നന്നാക്കണനാഥാ എന്ന് മക്കൾ കേൾക്ക പ്രാർത്ഥന പോലും ഇല്ല. ഉണ്ടെങ്കിൽ പറ. ഞാൻ ഈ സദസ്സിനോടല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോടല്ല പറയുന്നത്. ആരെങ്കിലും ഇല്ലെങ്കിൽ അവരോടാ ഞാൻ സംസാരിക്കുന്നത്. പോരാ. എന്നിട്ടോ കുറ്റങ്ങൾ പറയാ മക്കളെ. നേരെ സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് വരുമ്പോ ആ കുഞ്ഞുമോനോട് മകളോട് പറയുന്ന മറുപടി എന്താ? ചോദ്യം എന്താണെന്നറിയോ? എന്താണ് നിന്റെ യൂണിഫോമിൽ ഇത്ര മണ്ണ്? നിന്റെ ചോറ്റും പാത്രത്തിൽ എന്താണ് ഇത്ര ചോറ്? നിന്റെ മുടി എന്താണ് ഇങ്ങനെ? നിന്റെ ഷർട്ട് എന്താണ് ഇങ്ങനെ? നിന്റെ ബട്ടൺസ് പൊട്ടിപ്പോയല്ലോ. നീ എന്താണ് ഇങ്ങനെ? നിന്റെ സോക്സ് പൊളിഞ്ഞല്ലോ. നിന്റെ മേലെന്താണ് ഇങ്ങനെ മണ്ണ്? നീ മണ്ണിലാടാ കളിക്കുന്നത്? നിനക്കൊക്കെ തിന്നാൻ തന്നെ കായ് കൊണ്ട് ഒരു ആട്ടുംകുട്ടിനെ വാങ്ങി ആട്ടുംകാട്ടെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് തമാശയാണെങ്കിലും ഇങ്ങനെ ശപിച്ചുകൊണ്ട് മക്കളെ ദേഷ്യത്തോടെ ശകാരിച്ചപ്പോ എന്ന ഈ മക്കൾക്ക് അലർജിയാണ് ഉമ്മയെ മുഖത്ത് നോക്കുന്നത്. ഉമ്മയെ കാണുന്നത് വെറുപ്പ. ഉപ്പന്റെ കൈ വെളിപ്പിടിക്കുന്നത് അറപ്പ. കാണാൻ ഇഷ്ടമല്ല, പറയുന്നത് കേൾക്കാനും ഇഷ്ടമല്ല. അതുകൊണ്ട് മക്കൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്കറിയാം ഈ സത്യം?
ഉമ്മയോട് ഇഷ്ടമല്ല, ഉമ്മയോട് ഇഷ്ടമല്ല, പറയുന്നത് കൊടുക്കുന്നില്ല, പണം തരുന്നില്ല, ടിപ്സ് എന്ന പേരിൽ തരുന്നില്ല, മൊബൈൽ തരുന്നില്ല, മോട്ടോർ സൈക്കിൾ തരുന്നില്ല, ഇഷ്ടം പോലെ ഭക്ഷണം വിളമ്പി ഞാൻ കഴിക്കുന്നില്ല, അതുകൊണ്ട് ഉമ്മക്ക് എന്നോട് വെറുപ്പ, എന്നോട് മിണ്ടുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെ കുറ്റങ്ങളും കുറവുകളും കാണിച്ചു കൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലേ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. ഇത് ഒരുപാട് കുടുംബത്തിന് പറ്റിയതാ, അത് പറ്റരുത്, പറ്റാതിരിക്കാനാ. പക്ഷേ അതിനൊക്കെ പകരം നിങ്ങളൊക്കെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹിക്കുന്നതിന് പകരം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ കേട്ടതാണെങ്കിലും ഒരിക്കൽ കൂടി കേൾക്കണം. ഇഷ്ടപ്പെട്ടത് എന്താണ്? ഇഷ്ടവും സ്നേഹവും തമ്മിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. എന്താണ് ഇഷ്ടം? കുട്ടികളെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്, നന്നായി പഠിക്കുന്ന കുട്ടിനോട് നന്നായി ഇഷ്ടം, കുറച്ച് പഠിക്കുന്നവനോട് കുറച്ച് ഇഷ്ടം, മൂത്ത കുട്ടിനോട് പെരുത്തിഷ്ടം. കാരണം 15,000 രൂപ ശമ്പളം, ഇളയ കുട്ടി 5,000 രൂപ ശമ്പളം, കൂലിപ്പണിയാ, അത്ര ഇഷ്ടമല്ല. ഭർത്താവിനോട് പെരുത്തിഷ്ടം, 50,000 രൂപ ശമ്പളം, സൗദി അറേബ്യയിലെ പണി, ഒരിക്കൽ താക്കത്ത് പ്രശ്നം കാരണം കുറുചടിച്ച് നാട്ടിൽ വന്ന് പോയി, ആ ഇഷ്ടവും പോയി. കാരണം 50,000 പോയി. എന്റെ ഭാര്യയോട് എനിക്ക് പെരുത്തിഷ്ട, കാരണം അവൾ വെളുത്ത സുന്ദരിയ. ഒരു ദിവസം ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് സാരിയിലേക്ക് പടർന്ന് മേലാകെ കരിവാളിച്ചു പോയി, എന്റെ ആ സാധനവും പോയി. കാരണം ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതാ, അത് വെളുത്ത നിറത്തെ, അത് പോയപ്പോ എന്റെ ഇഷ്ടവും പോയി. ഇതിന്റെ പേരാ ഇഷ്ടം. ഇത് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാടുണ്ട് ഇത്തരം ഇഷ്ടങ്ങൾ. ആ ഇഷ്ടം മാറ്റി ആ കുഞ്ഞുമോക്ക് സ്നേഹം കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് തന്ന സ്നേഹം, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് തന്ന സ്നേഹം, എൻ്റെ പെങ്ങൾ ആ കുഞ്ഞിന് കൊടുത്ത സ്നേഹം. അറിയോ, ഈ കഴിഞ്ഞ ഓരോ വർഷവും ഞാൻ പോകും 10ാം ക്ലാസ്സിന്റെ 10 A+ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ക്യാമ്പിലേക്ക്. പലയിടത്തും ക്യാമ്പ് നടക്കും. ഒരു ക്യാമ്പിൽ പോയപ്പോൾ മറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാം, കേട്ടതാണെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടി കേൾക്കണം. 400ഓളം കുട്ടികളുണ്ടായിരുന്നു, 200 പെൺകുട്ടികൾ, 200 ആൺകുട്ടികളും. വലിയൊരു സദസ്സ. ആ സദസ്സിൽ ഞാൻ കയറി നിന്നു. ഏറ്റവും പുറകിൽ 10-50 ഉമ്മമാരുണ്ടായിരുന്നു, കുട്ടികളെ യാത്രയാക്കാൻ വന്നവരാ. ഇപ്പുറത്ത് കുറെ ടീച്ചർമാരുണ്ട്. എൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ്, 10 A+ ഉണ്ടാക്കുന്നതിന് മുൻപ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം എന്ന സന്ദേശം വെച്ച് ഞാൻ തുടങ്ങാറുള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഇങ്ങനെയല്ല പറയാറ്. ഉമ്മയെ ഉപ്പയെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയും ബഹുമാനിച്ചത് കൊണ്ട് പടച്ച റബ്ബ് എനിക്ക് തന്ന നിഅമത്തുകൾ ഒരുപാട് വലുതാണ് മക്കളെ എന്ന കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് ഞാൻ 10 A+ ഉണ്ടാക്കാറുള്ളൂ. അത് പറയാൻ വേണ്ടി മൈക്കെടുത്തു. എളിയവൻ സദസ്സിലേക്ക് കയറി നിന്നിട്ട് വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങ് ഓടി വന്നുകൊണ്ട്, കൺഗ്രാജുലേഷൻ എൻ്റെ മോനെ, എൻ്റെ മോളെ, അഭിനന്ദനങ്ങൾ, എൻ്റെ കുട്ടിയാണടാ, നീ പഠിച്ചു വാ, നന്നായി വാ എന്നും പറഞ്ഞ് കവിളിൽ ഒരു മുത്തം തന്ന് സമ്മാനിച്ച, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോ കവിളിൽ ഒരു സമ്മാനം തന്ന് യാത്രയാക്കിയ പ്രിയപ്പെട്ട ഉമ്മയുണ്ടോ ഇന്ന് നാട്ടിൽ? നിങ്ങളെ കൈകളൊന്ന് പൊന്തിച്ചു പിടിക്കോ എന്ന് ചോദിച്ചു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കുറേ നിമിഷം ഞാൻ ഇങ്ങനെ സൈലന്റായി നിന്ന് ഏതെങ്കിലും ഒരു കൈയൊന്ന് പൊങ്ങിക്കാണാൻ. പല കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ചില കുട്ടികളൊക്കെ പുറകോട്ട് നോക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അവരെ ഉമ്മമാർ അവിടെ ഉണ്ട്. ആ ഉമ്മമാരൊക്കെ എണീറ്റ് നിന്ന് ഇങ്ങോട്ട് നോക്കാൻ തുടങ്ങി. ഏത് മഹാനാവൻ, ഏതൊരു ഭാഗ്യവതിയാണവൾ എന്ന് കാണാൻ ആ ഉമ്മയും എണീറ്റ് നിന്നു. ആരുടെ കൈകളും പൊങ്ങാത്തത് കൊണ്ട് ആ ഉമ്മമാര് ഛേ എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അടുത്തെന്റെ ചോദ്യം, സാറില്ല പ്രിയപ്പെട്ട മക്കളെ, ഈ ക്ലാസ്സിലേക്ക്, ക്യാമ്പിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മയങ്ങ് നിങ്ങളുടെ അരികത്തേക്ക് വന്നുകൊണ്ട് പോയി പഠിച്ച് മിടുക്കിയായി മിടുക്കനായി വാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മാറോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിൽ ഒരു കിസ് തന്ന് ചുംബനം തന്ന് യാത്രയാക്കിയ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഉമ്മയുണ്ടോ ഇന്ന് വീട്ടിൽ? നിങ്ങളെ കൈകളൊന്ന് പൊന്തിച്ചു പിടിക്കാമോ, കൈകളൊന്ന് പൊക്കാമോ എന്നങ്ങ് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആരുടെ കയ്യും അവിടെ നിന്ന് പൊക്കിയില്ല. ഏതിന്റെ കയ്യാ പൊങ്ങുന്നറിയാൻ ഉമ്മമാർ വീണ്ടും അവിടെ ഏറ്റു നിന്നു. ആരുടെ കയ്യും പൊങ്ങാത്തത് കൊണ്ടാവാം കർട്ടൻ പൊക്കിക്കൊണ്ട് കുറച്ച് ഉമ്മമാർ അവിടെ നിന്ന് ചേ എന്നും പറഞ്ഞു രക്ഷപ്പെട്ടു. പല ടീച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. ഞാനും സൈലന്റായി. ആരും നോക്കുന്നില്ല, പരസ്പരം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക, ആരും കൈപൊക്കുന്നില്ല. എനിക്കൊരു നിമിഷം വല്ലാത്ത സങ്കടം തോന്നി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ, എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് തന്ന സ്നേഹത്തിന്റെ വലിപ്പം ആ സദസ്സിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ മഹത്വം മനസ്സിൽ നിറഞ്ഞു. കരയാനുള്ള അവസാനത്തെ വാക്ക, ഇനി ക്ലാസ് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ പതച്ച് നിൽക്കുമ്പോഴാ വലത് ഭാഗത്ത് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു പെൺകുട്ടി ഒരു സഹോദരിയുടെ കരച്ചിൽ മുന്നോട്ട് വന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ തേങ്ങിപ്പൊങ്ങി കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ആകെ അട്ടഹാസം. ആ സദസ്സാകെ അങ്ങോട്ട് നോക്കുന്നു. ഓടിച്ചെന്നു ഞാൻ ക്ലാസ് നിർത്തി താഴോട്ട് ഒരു ടീച്ചറോട് പറഞ്ഞു, ചോദിക്കും നിങ്ങൾ എന്തിനാ കുഞ്ഞ് കരയുന്നത്? അടുത്തെത്തിയിട്ടൊന്നും ആ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. മോളെ എന്തിനാ നീ കരയുന്നത്? കരയാനുള്ളതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടി കരച്ചിൽ
നിർത്താതെ വിങ്ങി വിങ്ങി വീണ്ടും ഞാൻ ചോദിച്ചു, മോള് ബുദ്ധിമുട്ടിപ്പിക്കല, വിഷമിപ്പിക്കല ഞങ്ങളെയൊക്കെ എന്ന് പറഞ്ഞപ്പോ പതറിച്ച ചുണ്ടുകളോടെ, വിടരുന്ന ചുണ്ടുകളോടെ, പൊട്ടിക്കരഞ്ഞ കണ്ണു നിറഞ്ഞ കണ്ണുകളോടെ ആ കുഞ്ഞു പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു. മാഷേ, 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുന്ന നേരത്ത് 1 തൊട്ട് 10 വരെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും എന്റെ പൊന്നുമ്മയുടെ കിസ് കിട്ടാതെ, എന്റെ പൊന്നുമ്മക്ക് ഒരു ആലിംഗനം അങ്ങോട്ട് കൊടുക്കാതെ, തിരിച്ചെനിക്കും കിട്ടാതെ സ്കൂളിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല മാഷേ, ഞാൻ പോയിട്ടില്ല. ഇക്കഴിഞ്ഞ മാസം എന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയി, അതിനുശേഷം കിട്ടിയിട്ടില്ല എനിക്കൊരു മുത്തവും എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരഞ്ഞ കുഞ്ഞിനെ സമാധാനപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനും കരഞ്ഞുപോയി എന്റെ ഉമ്മയെ ഓർത്ത്, ഞാനും കരഞ്ഞുപോയി എന്റെ ഉപ്പയെ ഓർത്ത്. ഇതുപോലെ എന്റെ ഉമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഉമ്മമാരെ, എന്റെ ഉപ്പ എനിക്ക് തന്നിട്ടുണ്ട് എന്റെ ഉപ്പമാരെ. കൊടുക്കാൻ പറ്റുമോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഈ സ്നേഹം? ഇതിന്റെ പേരാ സ്നേഹം, ഇതിന്റെ പേര് ഇഷ്ടം എന്നല്ല. ഇത് പണം കൊണ്ട് കിട്ടൂല, ഇത് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടൂല, പഠനം കൊണ്ട് കിട്ടൂല, നിങ്ങളുടെ ഒരു ചുറുക്ക് കൊണ്ടും കിട്ടില്ല. മനസ്സറിഞ്ഞ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന ഈ ഒരു സ്നേഹമുണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ അതവർ തിരിച്ചു തരും. ബുദ്ധി വെച്ച നാൾ തൊട്ട് കൊടുത്താൽ തിരിച്ചു തരും, ബുദ്ധി വെച്ച മുമ്പ് കൊടുത്താൽ തിരിച്ചു കിട്ടൂല. ഞാൻ എന്റെ ഉമ്മയുടെ മടിയിൽ മലമൂത്ര വിസർജനം നടത്തി, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്റെ ഉമ്മയുടെ വായിൽ കാട്ടിച്ചോ, എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് തിരിച്ചു കിട്ടുമെന്നാ നിങ്ങളൊക്കെ വിചാരിച്ചത്? ഒരിക്കലും കിട്ടില്ല. ബുദ്ധി വെച്ച നാൾ തൊട്ട് നിങ്ങൾ വല്ലതും മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും. അതിനനുസരിച്ച് അവർ ഇങ്ങോട്ടും അങ്ങോട്ടും തരും. ഈ ബന്ധം നിലനിർത്തിയ 18ഉം 20ഉം വയസ്സാകുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കുഞ്ഞുമക്കളെ തോളിൽ കൈവച്ച് അവർക്കൊരു സലാം ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ കുഞ്ഞുമക്കളെ മനസ്സിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ച പോലെ സ്നേഹം വിത്ത് വിതയ്ക്കും, അത് തിരിച്ചു കിട്ടും. പ്രായം ചെല്ലുമ്പോ, കൈകൾ തളരുമ്പോ എന്റെ കാലൊന്ന് പിടിക്കൂ എന്ന് നിങ്ങൾ പറയണ്ട. കിലോമീറ്ററിന്റെ അപ്പുറത്താണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തെ വാങ്ങുന്ന MNC കമ്പനിയിലെ ഹൈ പ്രൊഫഷണൽ ജോലിയിലാണെങ്കിൽ പോലും നാട്ടിലെ ഗ്രാമത്തിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട മാതാവിന് പനിയാണെന്ന് കേട്ടാൽ കോടികൾ രൂപ രാജിവെച്ചുകൊണ്ട് വിമാനം കയറിക്കൊണ്ട് നേരെ ഉമ്മയുടെ അടുത്ത് ചെന്നുകൊണ്ട് തന്റെ കൈകൾ എടുത്തുകൊണ്ട് ഉമ്മയുടെ നെറ്റിയിൽ വെച്ച് ഉമ്മ സുഖമല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ 10 കോടിയിലേറെ എത്രയോ പ്രതിഫലമാണ് എന്ന് പഠിച്ച മുസൽമാനല്ലേ നമ്മളൊക്കെ. എന്നിട്ട് എന്താ ഉമ്മയുടെ പനി കാണാതെ പോകുന്നത്? ഞാൻ ഇങ്ങനെ പറയുന്നത് വിദേശത്തെ പ്രവാസികളാ. ഞാനും പ്രവാസിയായിരുന്നു, എനിക്കും ഭാര്യയും അവിടെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. എന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതുപോലെ ചെയ്തിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുള്ള കാഷിയോ കമ്പനി, സൗദി അറേബ്യയിലെ ജിദ്ദയിലെ കാഷിയോ കമ്പനിയിലെ സൂപ്പർവൈസർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന